കേന്ദ്ര സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഉപകരിക്കണമെന്ന ലക്ഷ്യമാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഇതിനെ ദുർബലപ്പെടുത്താൻ എന്തൊക്കെ ശ്രമമുണ്ടായാലും സർക്കാർ പുറകോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതാണ് സംവരണാവകാശങ്ങൾ. ഈ സംവരണാവകാശങ്ങൾ വളഞ്ഞ വഴികളിലൂടെ ഇല്ലാതാക്കപ്പെടുകയാണ്. അതിലൊരു ഭാഗം തസ്തികകൾ വെട്ടിക്കുറക്കലാണ്. അപ്പോൾ അവിടെ നിയമനം നടക്കില്ല, സംവരണാടിസ്ഥാനത്തിലുള്ള നിയമനം ഉണ്ടാവില്ല. ഇപ്പോൾ വ്യാപകമാകുന്നത് കരാർ നിയമനമാണ്. കരാർ നിയമനത്തിൽ സംവരണ തത്വം പാലിക്കുന്നതേയില്ല. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി അവഗണിക്കുമ്പോഴും കേരളം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ചേർത്തുപിടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി സംസ്ഥാന സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമായി മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നു എന്നത് കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന പൂർണ്ണ സ്കോളർഷിപ്പോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ പോകുന്നത് എന്നതും നാം പ്രത്യേകം കാണേണ്ടതാണ്. പ്രതിവർഷം 72 പട്ടിക വിഭാഗം കുട്ടികൾക്ക് MBBS പ്രവേശനം ഉറപ്പാക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ അവ സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉപകരിക്കണമെന്ന ചിന്തയാണ് സർക്കാരിനെ നയിക്കുന്നത്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചടങ്ങിൽ തൊഴിലുറപ്പ് ട്രൈബൽ പ്ലസ് പദ്ധതിയിൽ ഏറ്റവും തൊഴിൽ ദിനങ്ങൾ നൽകിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു, MLA മാരായ വി ജോയ്, OS അംബിക, വി ശശി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ തുടങ്ങി ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.